നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമ സാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യാകാന്ഡത്തിൽ ഭരതനും ശ്രീരാമനും തമ്മിൽ നടക്കുന്ന ഹൃദയസ്പർശിയായ സംഭാഷണമാണ് ഭരതരാഘവ സംവാദം. പിതാവായ ദശരഥന്റെ വിയോഗ വാർത്ത അറിയിക്കാനും വനവാസം അവസാനിപ്പിച്ച് അയോധ്യയിലെത്തി രാജ്യഭാരം ഏറ്റെടുക്കാൻ ശ്രീരാമനോട് അപേക്ഷിക്കാനുമാണ് ഭരതൻ ചിത്രകൂടത്തിൽ എത്തുന്നത്. രാമന് പകരം താൻ വനവാസം അനുഷ്ഠിക്കാമെന്ന് ഭരതൻ അപേക്ഷിക്കുന്നു. പിതാവിന്റെ ആജ്ഞയും സത്യവും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം രാമൻ ഭരതനെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടുപേരും പിതൃവാക്യം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് രാമൻ വ്യക്തമാക്കുന്നു. രാമനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയാതെ ആയപ്പോൾ രാമന്റെ പാദുകങ്ങൾ ഭരതൻ ഏറ്റുവാങ്ങുന്നു. അടുത്ത 14 വർഷത്തേക്ക് ഈ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് ഒരു ദാസനെ പോലെ ഭരിക്കുമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്യുന്നു. ത്യാഗത്തിന്റെയും ഭ്രാതൃസ്നേഹത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും ഉദാത്തമായ മാതൃകയാണ് ഈ സംവാദം രാമായണത്തിൽ പകർന്നു തരുന്നത്. ശ്രീ അധ്യാത്മ രാമായണത്തിൽ ഭരതരാഘവ സംവാദം പാരായണം ചെയ്യുന്നത് VK കൃഷ്ണകുമാർ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടട അടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടിതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതുദയാനിതേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസാദ്യായ ഭക്തി പൂണ്ട വിത്തമര ചെയ്തു. ദണ്ഡനമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്കമടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കി ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം.
യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതൂ ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും, കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ, മന്നവനായി ഭവാൻ വാഴുക മടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വേൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപിനവും, പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ. കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുഹേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കൂ ഭരതനും. നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാനന്ദ സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീ സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടോല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ, താമരസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാമനാകുന്നതു നാരായണൻ പരൻ, താമരസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും. ഈരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നീടുമഗ്രജൻ താനും അനുജനും ദേവിയും. ഈരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരൂക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹൂർനമസ്കൃത്യ സസോദരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന കാവ്യമാണ് രാമായണം. ആദികവി വാൽമീകിയുടെ അമരസൃഷ്ടിയായ ഈ മഹാകാവ്യം
ശ്രീരാമന്റെ ജീവിതത്തിലൂടെ ധർമ്മം, സത്യം, ത്യാഗം, കരുണ, കടമ എന്നിവയുടെ മഹത്വം ലോകത്തിന് പകർന്നു നൽകുന്നു. കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും ഭരണാധികാരിയുടെ ഉത്തരവാദിത്വവും മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങളും അതുല്യമായി അവതരിപ്പിക്കുന്നു. മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ശാശ്വത ജീവിത ദർശനമാണ് രാമായണം. പ്രമുഖ പ്രഭാഷകനും യോഗാചാര്യനുമായ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയുടെ വാക്കുകളിലേക്ക്. രാമായണം, അതിനെപ്പറ്റിയുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മൊത്തം സാഹിത്യം 3 പ്രസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രുതി പ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം, സ്മൃതി പ്രസ്ഥാനം. ശ്രുതി പ്രസ്ഥാനത്തിൽ വേദങ്ങളൊക്കെ വരും. വാസ്തവത്തിൽ വേദമാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ന്യായപ്രസ്ഥാനം, അതായത് 6 ദർശനങ്ങൾ: ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, ഉത്തരമീമാംസ, പൂർവമീമാംസ. ഇങ്ങനെ ന്യായശാസ്ത്രങ്ങൾ 6 അത് ന്യായപ്രസ്ഥാനം എന്ന് പറയും. 3ാമത്തെ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസക്തം. 3ാമത്തെ പ്രസ്ഥാനത്തിലാണ് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നിയമഗ്രന്ഥങ്ങൾ, അതായത് മനുസ്മൃതി മുതലായിട്ടുള്ളതെല്ലാം വരുന്നത് 3ാമത്തെ പ്രസ്ഥാനമാണ്. അത് സ്മൃതി പ്രസ്ഥാനം എന്ന് പറയും. അതായത് വേദത്തെ ഓർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ വിനിമയം ചെയ്യുന്ന സാഹിത്യമാണ്. അതിൽ കഥയിലൂടെ ധർമ്മം, വേദ താൽപ്പര്യം പങ്കുവെക്കുന്നത് ഈ ഇതിഹാസങ്ങളാണ്. മഹാഭാരതം, രാമായണം. ഈ മഹാഭാരതം 1,00,000 ശ്ലോകങ്ങളിൽ പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുള്ള, ആയിരക്കണക്കിന് കഥകൾ, ഉപകഥകളുള്ള ഒരു വലിയ ചരിത്രമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം എന്നർത്ഥം. ഇതിഹാസ, ഇപ്രകാരം സംഭവിച്ചു. 2ാമത്തെ ഇതിഹാസമാണ് രാമായണം, അതായത് വാത്മീകിയുടെ രാമായണം. ഈ രാമായണത്തിൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കോമ്പാക്റ്റാണ്. നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ കുറച്ച് കഥാപാത്രങ്ങൾ. അതിൽ ഏറ്റവും ഫൽക്രമായിട്ട് തന്നെ നടുക്ക് നിൽക്കുന്നത് ശ്രീരാമൻ. ശ്രീരാമൻ എന്താ യോഗ്യത എന്ന് വെച്ചാൽ, ശ്രീരാമൻ രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാണ് ശ്രീരാമൻ. അപ്പോൾ ധർമ്മത്തെ പ്രചരിപ്പിക്കാനുള്ള ഒരു നല്ല മാധ്യമം നമ്മുടെ സാഹിത്യങ്ങളിൽ ഏകദേശം 1ാമത് നിൽക്കുന്നത് രാമായണമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം നമുക്ക് മുമ്പേ ഈ രാജാക്കന്മാർ ചക്രവർത്തിയായിട്ട് മാറുമ്പോൾ അവർ ഒരു ദണ്ഡു എടുത്തിട്ട് പറയും, അദണ്ഡ്യോസ്മി, എന്നെ ദണ്ഡിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പുരോഹിതൻ ഇദ്ദേഹത്തിനെ സാവധാനത്തിൽ തട്ടിക്കൊണ്ട് പറയും, ധർമ്മദണ്ഡ്യോസി. നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം അതാണ്. നിന്നെ ദണ്ഡിക്കാൻ, ശിക്ഷിക്കാൻ ധർമ്മമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിലും പ്രതിഫലിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണ് ഭാരതം. കാരണം ഇതാണ്, ഇതിൻ്റെ അടിസ്ഥാനം ധർമ്മമാണ് എന്നർത്ഥം. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ കഥ അതിലൊരു കഥാരൂപത്തിൽ നമുക്ക് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിക്കപ്പെട്ടതാണ് രാമായണം. ഇത് ഭാരതത്തെ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ സംസ്കൃതം വാത്മീകിയാണെങ്കിലും ഇതിൻ്റെ മലയാളം അതേപോലെ മറ്റ് പ്രാദേശിക ഭാഷകളിൽ മുഴുവനും ഇതിൻ്റെ വെർഷൻസ് ഉണ്ട്. മലയാളത്തിൽ നമുക്ക് കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ തന്നു. ഇത് ഈ രാമായണ മാസത്തിൽ ഓരോ ദിവസവും ആയിട്ട് 30 ദിവസം കൊണ്ട് ഇത് നേരിട്ട് വായിച്ച് തീർക്കുന്ന, പല വീടുകളിലായിട്ട് ചെയ്യുന്ന രാമായണ മാസ ആചരണം പല ദിക്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ താഴേക്കിടയിലേക്ക്, സാധാരണക്കാരനിലേക്ക് ധർമ്മപ്രചാരണത്തിനുള്ള നല്ലൊരു മാധ്യമമാണ് ഇത്. സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് ഈ അതാത് ഭാഷകളിൽ, പ്രാദേശിക ഭാഷകളിലുള്ള
രാമായണത്തെ ഉപയോഗിക്കുക. അങ്ങനെ ഈ രാജ്യം മുഴുവനും, ഈ ഭാരതം മുഴുവനും, ഈ നമ്മുടെ സംസ്കാരം വീണ്ടും വീണ്ടും ആവർത്തിച്ചുറപ്പിക്കാൻ ഈ ഒരു അവസരമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്തേ. ഹനുമാന്റെ അചഞ്ചലമായ സമർപ്പണവും ഭക്തിയും ഒരുപോലെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഭക്തിഗാനമാണ് പ്രഭു രാമചന്ദ്ര കേ ദൂത ഹനുമന്ത ആഞ്ജനേയ. ശ്രീരാമനോടുള്ള ആഞ്ജനേയന്റെ അളവറ്റ സ്നേഹവും സേവാഭാവവും ഈ ഭജനത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു. രാമനാമം ജീവിതത്തിന്റെ ശക്തിയാണെന്നും ഭക്തന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭഗവാന്റെ പാദസേവയാണ് എന്നും ഈ ഗാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭക്തിയുടെ പാതയിൽ അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെയും വിശ്വാസത്തോടെയും മുന്നേറാൻ സഹായിക്കുന്നു. കാണാം രാമാനന്ദം. प्रभु रामचंद्र के दूता हनुमंता आंजनेय. प्रभु रामचंद्र के दूता हनुमंता आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. बल भीमा आंजनेय. बल भीमा आंजनेय. प्रभु रामचंद्र के दूता हनुमंता आंजनेय. प्रभु रामचंद्र के दूता हनुमंता आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. बल भीमा आंजनेय. बल भीमा आंजनेय. बल भीमा बल भीमा बल भीमा आंजनेय. बल भीमा बल भीमा बल भीमा आंजनेय. 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 जय हो जय हो जय हो आंजनेय. जय हो जय हो जय हो आंजनेय. 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 प्रभु रामचंद्र के दूता हनुमंता आंजनेय. प्रभु रामचंद्र के दूता हनुमंता आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. हे पवन पुत्र हनुमंता बल भीमा आंजनेय. बल भीमा आंजनेय. बल भीमा आंजनेय. प्रभु रामचंद्र के दूता हनुमंता आंजनेय. हनुमंता आंजनेय. आंजनेय 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 आंजनेय.
ക്ഷീരസാഗരത്തിൽ നാളെ ചിത്രകൂടത്തിൽ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും സന്ദർശിക്കാൻ മഹർഷിമാർ ഒരുമിച്ച് കൂടിയ സംഭവമാണ് മുനിമണ്ഡല സംഗമം. ധർമ്മത്തിന്റെ സാക്ഷാത്കാരമായ ശ്രീരാമനെ ദർശിച്ച മുനിമാർ വനവാസത്തിന്റെ മഹത്വം വിവരിക്കുകയും ലോകക്ഷേമത്തിനായി രാക്ഷസ സംഹാരം നടത്തി ധർമ്മം സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.